ഓം ഹ്രീം സ്ഫോടയ സ്വാഹ. ഓം ഹൈം ഹ്രീം ക്ലീം പരകർമ്മ മന്ത്രയന്ത്ര അസ്ത്രാദ ഭേദയ ഭേദയ ബന്ധന ഓടയ സ്വം ദുർഗാദേവി സ്വാഹ. ഇറങ്ങി പോവാനാ പറഞ്ഞേ. മര്യാദക്ക് ഇറങ്ങി പോകുന്നതാണ് എനിക്ക് നല്ലത്. അങ്ങനെ പോവോ സ്വാമി? അറിയാലോ എന്നെ. കുട്ടിയെ ഉപദ്രവിക്കാൻ പാടില്ല. അവൻ എന്റെ കുട്ടിയാ, ശങ്കരനുണ്ണി. മനസ്സിലായല്ലോ? അതുകൊണ്ട് സൂര്യാസ്തമനത്തിനുള്ളിൽ സ്വയം അങ്ങ് ഒഴിയുന്നതാ നിനക്ക് നല്ലത്. സ്വയം ഒഴിയാനോ? என்ன சாமி இது? இவ்வளவு காசு பணம் செலவு பண்ணி இவ்வளவு பெரிய பூஜை எல்லாம் நடத்தி அப்படி இருந்து அவன் உடம்புல இருந்த பேய் போகாதா? എന്റെ സാറേ, ഇത് വിചാരിക്കും പോലെ ചിന്നപ്പേയല്ല, ബ്രഹ്മരക്ഷസ. നമ്മ ശങ്കുണ്ണി സാറിന്റെ ഉള്ളിൽ നിന്ന് പോകാതിരിക്കാൻ இந்த പേയ്ക്ക് പെരിയ ഇഷ്ടം. ഇത് കൂടിയേനാ അങ്ങനെയൊന്നും വിട്ടു പോയില്ല. ഈ പെയിനെ എങ്ങനെയാ സ്വാമി ഓടിക്കുക? പാവം എന്റെ ശങ്കുണ്ണി മാമ. ஏற்கனவே என் மாப்பிள்ள பெரிய சோம்பேறி. இப்போ அவன் உடம்புல பேய் வேற கூடி இருக்கிறதா நீங்க சொல்லிட்டீங்க. இதவே காரணமா சொல்லி 24 மணி நேரமும் தூங்கிக்கிட்டே இருக்கான். ഉറക്കമാണല്ലേ? ഇനിയും ഒഴിഞ്ഞില്ലെങ്കിൽ ഒറ്റ പണിയേ ഉള്ളൂ. അതെന്താ സ്വാമി? തല്ലിയിറക്കം. മാമ, നല്ല ചൂരൽ കഷായം മാമ. അയ്യോ, അത് വേണം സ്വാമി. വേണം. തല്ലി ഇറക്കിയ പോവോ സ്വാമി? പിന്നെ എത്ര പേരെ ഈ സ്വാമി തല്ലി ഇറക്കിയിരിക്കുന്നു കുടുംബത്തോടെ. ഇത് ചീള കേസ്. മനുഷ്യനെ സ്വസ്ഥമായിട്ടിരിക്കാൻ സമ്മതിക്കില്ലല്ലേ. ஓ சாமி, அப்படின்னா டைம் வேஸ்ட் பண்ண வேண்டாம், உடனே ஆரம்பிச்சிடுங்க. തല്ലുമ്പോ വേദനിക്കോ സ്വാമി? പിന്നെ വേദനിക്കില്ല. അതിന് തല്ലുന്നത് ശങ്കുണ്ണി സാറിനെ അല്ലല്ലോ, പിശാചിനെയാ. അസമയത്ത് കൊക്കയെന്ന് പറന്നു വന്ന് സാറിന്റെ മേത്ത് കുടിയേറിയ ബ്രഹ്മരക്ഷസിനെയാ. ശരിയാക്കി തരാടാ ഞാൻ. ഞാൻ അവസാനമായി ആജ്ഞാപിക്കുന്നു. ലാസ്റ്റ് വാണിംഗ്. എന്റെ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി പോകാനാ പറഞ്ഞത്. കേട്ടില്ലേ? ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാ പോരെ. അപ്പൊ ബ്രഹ്മരക്ഷസും മലയാളിയാണല്ലേ? ഇംഗ്ലീഷുകാരനാണ്. അപ്പൊ നീ സംസാരിച്ചു തുടങ്ങിയല്ലേ? ഇനി വിടരുത്. ബ്രഹ്മരക്ഷസേ, സാധ്യമല്ല. ഇന്ന് തന്നെ പോണം. എത്ര മണിക്ക്? ഉടനെ. പോയില്ലെങ്കിൽ? ഇല്ലെങ്കിലോ? പിടിക്കുന്നേ. പൊക്കി വിട്. ഭൂതപ്രേത. പോകില്ല. അടിച്ചു പൊളിക്കട്ടെ സ്വാമി. பேய் போற வரைக்கும் விடாதீங்க. நல்லா அடிங்க. പോയി പ്രമേശത്ത് പോയി. ഇതെന്താ ഞാനിവിടെ? പൂജയോ? ലക്ഷ്മി, എനിക്കെന്താ പറ്റിയേ? മാമനെന്താ ഇവിടെ? എന്ത് പറ്റിയെന്നോ? 3 നാളെ നീ ഒരേ കിടപ്പായിരുന്നു, മൂടി പൊതിച്ചിട്ട്. അയ്യോ, ആ ഭക്ഷണം കഴിക്കാൻ മാത്രമേ എഴുന്നേക്കുമായിരുന്നുള്ളൂ. வாங்கடா போலாம். வந்த வேலை முடிஞ்சு போச்சு. മാമൻ പോണം. பெரிய போலீஸ் மாப்பிள்ள பேய் வச்சிருக்கேன்னு വഴക്കിട്ട് പോവാന്ന് തോന്നുന്നു. വിളിക്ക്. അപ്പാ, അപ്പാ, മാമാ, സാപ്പിട്ട് പോലാ. മാമാ, என்ன வண்டியா? മാമാ, പോവല്ലേ? മാമാ, അങ്കിളെ, ഞങ്ങൾ പേടിച്ചു പോയി. ഞാനും. അങ്കിൾ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, അത് അപ്പൊ ഞങ്ങളുടെ കാര്യം? അങ്കിൾ, നാളെ മുതൽ ഇനി ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാലോ? ഏയ്, അതൊന്നും പറയാറൊന്നും ആയിട്ടില്ല. ബാധ്യം അങ്ങോട്ട് ഒഴിഞ്ഞതല്ലേ ഉള്ളൂ. ധൈര്യമായി പൊക്കോളൂ സാറേ, ഒരു കുഴപ്പവും വരില്ല. ഓ, പറഞ്ഞാൽ വിശ്വസിക്കാം. എല്ലാ ശുഭം. ഈ ഞാനല്ലേ പറയുന്നത്. എന്നെ കൊലക്ക് ഓർക്കലോടെ കളവാ. മനുഷ്യനെ മനസമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ? ആ സാർ, എല്ലാം ഓക്കെ ആയി സാർ. ശങ്കുണ്ണി സാർ നാളെ തന്നെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യും. ഫയലുകളൊക്കെ ഞാൻ ഇന്ന് തന്നെ അവിടെ എത്തിച്ചേക്കാം. ചന്തയ്ക്ക് 2 കൊണ്ടപ്പോ ശങ്കുണ്ണി സാർ ഫ്രഷായി. നിർത്ത്. ഇത് തന്നെ അവന്റെ വർഷമാണ്. കാലിയായ വർഷം. ഇവിടെ ആരും ഇല്ലടേ. ആരാടാ? ഇയാളാ? ഒളിച്ചു കളിക്കണം. എങ്ങോട്ട് വാടാ? എന്റെ പൊന്നു സാറേ, ഒന്നും ചെയ്യരുത്. എന്റെ 2 കിണ്ണിക്കും പ്രശ്നമുണ്ട് സാറേ. ഓഹോ, ഒന്നും ചെയ്യല സാറേ. അപ്പൊ പിന്നെ നിനക്ക് ഇനി അധികം ആയുസില്ലല്ലോടാ. അയ്യോ സാറേ, ശപിക്കല്ലേ. നീ എന്താ സ്റ്റേഷനിൽ വിളിച്ചിട്ട് വരാത്തത്? അയ്യോ സാറേ, ഞാൻ വന്നിരുന്നു. അപ്പൊ സാർ സ്റ്റേഷനിൽ ഉണ്ടായില്ല. എന്ത് പറ്റി? അന്വേഷിച്ചപ്പോ സാറ് പിള്ളേരായിട്ട് കറങ്ങാൻ പോയേക്കണേന്ന് പറഞ്ഞു. പിള്ളേർ? ആരുടെ പിള്ളേര്? എനിക്ക് പിള്ളേരില്ലല്ലോ. അല്ല, ഈ കേസിലെ പ്രതികൾ പിള്ളേര്. എന്താ സാർ? മനു. അതെ സാർ. നിന്റെ മുഖത്തിന് ചേർന്ന പേരല്ലല്ലോടെ. എന്നാ മാറ്റാൻ സാർ. സാറിന് ഇഷ്ടമുള്ളത് ഇട്ടോ. കൊലയാളി, മർഡറോ, എങ്ങനെയുണ്ട്?
അത് കുഴപ്പമില്ല, സാറിന് ഇഷ്ടമുള്ള പേരല്ലേ. എന്നാ പറഞ്ഞോ, വള്ളി തെറ്റാതെ. എങ്ങനാ നീ ആ റോയ് മാത്യുവിനെ കൊന്നത്? അയ്യോ എന്റെ പൊന്ന് സാറേ, ഞാൻ കൊല്ലാനാ. ആ? ഞാൻ ആ കൂട്ടത്തിൽ അറിയണ ആകെ അരുണ്ണ മാത്രമാണ്. അവന്റെ വണ്ടിയൊക്കെ നന്നാക്കുന്നത് ഇവിടെയാണേ. ഓ അന്ന് രാത്രി അവന്റെ മാരുതിവ്യം കേടായെന്ന് പറഞ്ഞ് വിളിച്ചതായി പ്രശ്നമൊക്കെ. അയ്യോ, ഞാൻ ആ വണ്ടി നന്നായിക്കൊണ്ടിരിക്കുമ്പേ അവൻ എന്റെ സ്കോപ്പിയോട്ട് വിട്ടുകളഞ്ഞു സാറേ. അതല്ലാതെ എനിക്ക് ഒന്നും അറിയില്ല സാറേ. ദേ ഞാൻ ഈ പണിയണ വണ്ടിയാണ് സത്യം. അപ്പൊ ആ റോയ് മാത്യുവിന്റെ ഡെഡ് ബോഡി എങ്ങനെ നിന്റെ സ്കോർപിയോയിൽ വന്നു? എന്റെ സാറേ, ഞാൻ അവരോട് അപ്പൊ തന്നെ പറഞ്ഞതാ പോലീസിൽ അറിയിക്കാൻ. അമ്മരത് കേട്ടില്ല. എന്നെ വിശ്വസിക്കണം. നിന്നെ വിശ്വസിക്കണം അല്ലേ? ഉം. വിശ്വസിക്കാം. എന്നാ നീ പറ, എവിടെയായിരിക്കും ഈ കൊലപാതകം നടന്നത്? പറയട്ടെ സാറേ, ഇവര് വണ്ടിത്താവളത്തിൽ നിന്നാണല്ലോ ബോഡി കണ്ടു എന്ന് പറയണത്. അതെ. അപ്പൊ അവിടെ തന്നെ ആയിരിക്കും പണി നടന്നിട്ടുണ്ട്. എന്റെ ഈ നാക്കുണ്ടല്ല, പൊന്നാണ് പൊന്ന്, പറഞ്ഞ അച്ചട്ടാണ്. ആ വണ്ടിത്താവളം അത്ര പന്തിയുള്ള സ്ഥലമല്ലേ സാറേ, എനിക്കറിയാം. നീ ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ? ഞാൻ ഇവിടെ ഉണ്ടാവും സാർ. ഞാൻ സ്റ്റേഷനിലേക്ക് വിളിപ്പിനോട് വരണം, മുങ്ങിക്കളയരുത്. ഏയ് ഇല്ല സാർ. സാർ വന്നുകൊണ്ടിരിക്കുകയാണ് സാർ. ഓവർ. അപ്പോ കയ്യിലിരിപ്പ് ശരിയല്ല. നല്ല കാശുള്ള ഫാമിലി ആണല്ലേ? പിന്നെ അവന്റെ ഫാദർ കോടീശ്വരനായ ഒരു ബിസിനസ്സുകാരനായിരുന്നു, ആ, മരിച്ചുപോയി. ഇപ്പോ സ്വത്തുക്കൾ ഭൂരിഭാഗവും റോയ് മാത്യുവിന്റെ പേരിലാണെന്നാ കേൾവി. ഈ കുത്തുകൊണ്ട നമ്പീശൻ ആളെങ്ങനാ? അയ്യോ, കുത്തൊന്നുമല്ല, ചെറിയൊരു പോറല്. ഓ, പിന്നെ ഈ നമ്പീശൻ വെറും പാവാ, ഒരു ഉറുമ്പിനെ പോലും നോയിക്കാത്തവൻ. പുറത്തു പറയണ്ട, ഏ? ഞങ്ങള് തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. ആണോ? അത് നന്നായി. പിന്നെ നമ്മുടെ പിള്ളേർക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? അത് അവര് പറയുന്ന കഥ കേട്ട ആരും വിശ്വസിക്കില്ല. പിന്നെ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ രക്ഷപ്പെടാം. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, അവരാരും ഇങ്ങനെ ചെയ്യില്ല, പാവങ്ങളാ. എനിക്കും അങ്ങനെ തോന്നി. മറ്റൊരു കാര്യം ചോദിക്കാൻ മറന്നു. ഈ കോളേജിൽ ലാബിൽ നമുക്ക് സയൻസ് ഗ്രൂപ്പ് ഉള്ളതല്ലേ? എന്ത് സാർ? അല്ല, ഈ ലാബിൽ നിന്ന് സൾഫ്യൂരിക് ആസിഡ് പുറത്തു പോകാൻ സാധ്യതയുണ്ടോ? ഏയ്, ഒരിക്കലുമില്ല. ഞങ്ങൾക്ക് അതിനൊക്കെ കൃത്യമായി കണക്കുള്ളത്. അല്ല, ഈ റോയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ചതുണ്ട്. എന്തായാലും ഒന്ന് അന്വേഷിച്ചോളൂ ലാബിലെ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗം. പറ്റുമെങ്കിൽ ലാബിലെ കണക്കൊന്ന് എനിക്ക് എത്തിക്കാൻ പറയൂ നിങ്ങളുടെ ലാബ് അസിസ്റ്റന്റിനോട്. ഓക്കെ സാർ. ഓക്കെ ഓക്കെ, ബൈ. താങ്ക് യു. വണ്ടി എടുക്കണം. ഫോട്ടോ ഫയലിൽ. ഓക്കെ സാർ. ഹലോ, ഇങ്ങ് വന്നേ. ഈ ഫോട്ടോയിലുള്ള കുട്ടി അറിയോ? ഓക്കെ, ഇത് ഗേളി, അതാരാ? റോയുടെ ഗേൾഫ്രണ്ട്. ഈ ലാബ് അസിസ്റ്റന്റ് ആളെങ്ങനെയാ? ഏലിയ സേട്ടൻ. ആള് പാവാ, ഫുൾ ടൈം തന്നെയാ. വെള്ളം വെള്ളം. ഈ ആസിഡിനെല്ലാം കൃത്യമായ കണക്കുണ്ടോ? എന്റെ സാറേ, ആസിഡിന് മാത്രമല്ല ലാബിന് ആവശ്യമായ എല്ലാ സാധനങ്ങളുടെയും കൃത്യമായ കണക്ക് രജിസ്റ്ററിലുണ്ട്. ഇവിടെ നിന്ന് ഒരു തുള്ളി പോലും പുറത്തു പോയിട്ടില്ല. പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഇയാൾക്ക് അത്രയ്ക്ക് ഉറപ്പാണോ? ഉറപ്പ്. ലൂക്കോസേ, എന്നാ ഇയാളെ വിളിച്ചാ വണ്ടി കയറ്റിയിരുത്തിക്കോ. കണക്ക് കൃത്യമാണോ നോക്കിയിട്ട് നമുക്ക് പറഞ്ഞയക്കാം. ഓക്കെ സാർ. നീ കണക്ക് ഇത്ര കൃത്യമായി പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയതാ സാർ നിന്നെ പൊക്കൂന്ന്. മോളെ ഒന്ന് വിളിച്ചേ, ഒന്ന് പുറത്തേക്ക് വരും. ഞാൻ ഡിവൈഎസ്പി ശങ്കുണ്ണി, റോയ് മാത്യു മർഡർ കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ലീഡറാ. ഹോസ്റ്റലിൽ ചെന്നപ്പോൾ അവിടുത്തെ കുട്ടികൾ പറഞ്ഞു പള്ളിയിൽ പോയിരിക്കുകയാണെന്ന്. അതാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ബുദ്ധിമുട്ടായി കാണും അല്ലേ? കേസിൽ പ്രതിസ്ഥാനത്തുള്ള കുട്ടികളെ അറിയാലോ, പക്ഷെ അവരല്ല അത് ചെയ്തതെന്നാണ് അവരുടെ വാദം. ഗേളിക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ്? ആകെ കൺഫ്യൂഷനിലാണേ. എല്ലാരും പറയുന്നൊക്കെ തന്നെയാ എനിക്കും പറയാനുള്ളത്. പക്ഷേ അരുണും ഗ്രൂപ്പ് അത് ചെയ്തെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ബട്ട് മേ ബി പല പല പ്രോബ്ലംസും റോയ്ക്കുണ്ടായിരുന്നു. പ്രധാനമായും അവന്റെ ഫാമിലി ഇഷ്യൂസ്. ഫാമിലി ഇഷ്യൂസോ? അതെന്താ? ചുമ്മാ. ചെറുപ്പത്തിലെ അവന്റെ വീട്ടുകാർ അവനെ സ്നേഹിച്ചില്ല എന്നതായിരുന്നു അവന്റെ പ്രധാന പരാതി.
അവൻ വയലന്റ് ആവുന്നതും അതിനാലാണ്. കുറെ തല്ലിപ്പൊട്ടിക്കും, പിന്നെ കുറെ കരയും. പലപ്പോഴും ഞാനാണ് അവനെ കൺട്രോൾ ചെയ്തിരുന്നത്. ഞാൻ പറഞ്ഞാലേ അവൻ കേൾക്കുമായിരുന്നുള്ളൂ. ഇങ്ങോട്ട് ഇറങ്ങി വേണം. നിന്നെ ജാമ്യത്തിൽ ഇറക്കാൻ ആരൊക്കെ വന്നിട്ടുണ്ട്. സർ ഇങ്ങോട്ട് മാറുന്നില്ല. റോയി മാത്യൂസ് ഗ്രൂപ്പിന്റെ ഏക അവകാശി. കൊള്ളാം, എന്തായാലും നീ ഭാഗ്യമുള്ളവനാണ്. അല്ലെങ്കിൽ ഞാൻ ഇല്ലാത്തപ്പോ തന്നെ നീ ഇവിടെ ഒന്ന് കയറില്ലായിരുന്നു. ഇവിടെ നിന്ന് എന്റെ കൈകൊണ്ട് ചൂടറിയാണ്ട് ആദ്യമായിട്ട് പോകുന്ന പുത്രനാണ് നീ. പിള്ളേരല്ലേ സാറേ, ചിലപ്പോ അങ്ങനെയൊക്കെ പറ്റിപ്പോവും. എന്ത് പിള്ളേര്? പിള്ളേരായിട്ടല്ലേ താനും ഞാനൊക്കെ വളർന്ന് വലുതായത്. താൻ ആരെങ്കിലും കത്തുകൊണ്ട് കുത്തിയിട്ടില്ല? ഇല്ല. ആ, ഇവരൊക്കെ അടി കിട്ടത്തിന്റെ കുഴപ്പാ. എടാ, പണം ഉണ്ടെന്ന് കരുതി ഞെകിളിക്കരുത് കേട്ടാ. എന്താടാ വായിൽ നാക്കില്ലേ? മനസ്സിലായടാ? നീ കുത്തിയ ആ ചെക്കൻ തട്ടിപ്പോയിരുന്നെങ്കിൽ നിനക്ക് തൂക്കുകയറാ. പഠിക്കാൻ നടക്കണവൻ. എന്നാ ഒപ്പിട്, കള്ളൊപ്പിടട്ടാ. ഇനി നിന്നെ എങ്ങാനും എന്റെ മുമ്പിൽ ഇതുപോലെ കണ്ട, എടാ ആ കുത്തുകൊണ്ട പയ്യന്റെ വീട്ടുകാർ വന്ന് പരാതി ഇല്ലെന്ന് എഴുതി തന്നോണ്ടാ നിന്നെ പറഞ്ഞു വിട്ടറിയോ? കാശ് ഒരുപാട് പൊട്ടിച്ചല്ലേ? എല്ലാം പ്രകാശ് ബാബു സാറിന്റെ ഏർപ്പാടാ. സാറിന് അറിയാലോ പുള്ളിയുടെ ഹോൾഡ്. മനസ്സിലായി. വമ്പൻ കക്ഷിയല്ലേ? മുകളിൽ നിന്ന് വിളിച്ചു പറയുന്നവരൊക്കെ പ്രകാശ് ബാബു സാറിന്റെ മഹത്വം പറയായിരുന്നു. പൊയ്ക്കോ. അപ്പൊ ശരി സാർ. ഓ, പഠിക്കാൻ വെറുതെ എന്റെ കൈക്ക് പണിയുണ്ടാക്കാനേ. കേസിലെ ആൾക്കാരെ വിളിച്ചു. പ്രകാശ് സാറേ, നാളെ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. നിങ്ങളെന്താ ഇവിടെ? അല്ല, ഞാൻ മോനെ പുറത്തിറക്കാൻ വേണ്ടി വന്നു. മമ്മി വന്നിട്ടുണ്ട്. തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ കാര്യത്തിൽ ഇടപെടരുന്നു. പിന്നെ അല്ല, മമ്മി പറഞ്ഞു മോനെ ജാമ്യത്തിലെടുക്കാൻ. അതിനാ കാറിലുണ്ട്. മമ്മിയെ താൻ എന്തിനാ ഇവിടെ വിളിച്ചോണ്ട് വന്നു? അല്ല റോയ്, അത് തന്നോട് ആരെങ്കിലും പറഞ്ഞോ? ഇവിടെ വെച്ച ആയതുകൊണ്ട് ഞാനൊന്നും പറയണില്ല. ഇനി ഒരുമിച്ച് മേലാൽ ഞാൻ കണ്ടാൽ മോനെ റോയി, നിങ്ങളോട് ആര് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ? നാട്ടുകാരെ അറിയിക്കാനായിരിക്കും മകനെ സംരക്ഷിക്കുന്ന കാര്യം. മോനെ ഞാൻ നാണമല്ലേ തള്ള? കാമുകനായിട്ട് ചുറ്റാൻ ഇറങ്ങിയിരിക്കണം, അതും പോലീസ് സ്റ്റേഷനിൽ. റോയ്, റോയ് നിങ്ങൾ പോയിക്കോ, ഞാൻ വിളിക്കാം. താങ്ക്സ്. ഓക്കേടാ. പോവാണോ? എന്നാലും മോശമായിപ്പോയി. നിന്റെ മമ്മി എന്ത് വിചാരിച്ചാണോ? നമുക്ക് തിരിച്ചു പോയാലോ? എനിക്കുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം നീ എന്റെ മമ്മീനോട് കാണിക്കണ്ട, മനസ്സിലായോ? ഒരു മമ്മി പേരിന് മാത്രം അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായതുകൊണ്ട് ഒരു കാര്യമില്ല. മമ്മി ഇപ്പൊ ഒരുപാട് മാറി, പഴയ ആളൊന്നുമല്ല. പാവം. അയ്യോ പാവം, എല്ലാം അഭിനയ. ഒരു പാവം. എന്നിട്ടാണ് ആ വക്കീലിന്റെ വീട്ടിൽ കയറണത്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ അവിടെ ആ കള്ളനെ പറഞ്ഞുവിടാൻ. എന്നിട്ടിപ്പോ നാട്ടുകാർ മൊത്തം ചോദിക്കുന്നത് എന്താ? അഡ്വക്കേറ്റ് പ്രകാശ് ബാബു എന്റെ സ്റ്റെപ്പ് ഫാദർ ആണോന്ന്. ആ അഡ്വക്കേറ്റ് അങ്കിളാ ഈ കേസിന്റെ പിറകിൽ ഓടിയിരുന്ന് എല്ലാം ഒത്തീർപ്പാക്കിയത്. അത് അയാൾക്ക് എന്നോടുള്ള സ്നേഹമല്ല, എന്റെ പണത്തിനോടുള്ള സ്നേഹ, എന്റെ മമ്മീനോടുള്ള താല്പര്യം. അവർക്കൊന്നും ഒരു സ്നേഹമില്ലടോ, വെറും പണത്തിന് വേണ്ടി മാത്രം. നിനക്ക് ഞാനില്ലേ? പോരെ? പിന്നാരാ വേണ്ടത്? സാറേ, ഒന്ന് ഗൗരവത്തിൽ നിന്നോണം. ഡിവൈഎസ്പി ശങ്കരനുണ്ണി സാറല്ലേ? നിങ്ങളാരാ? ഞാൻ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു. എലീനയുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഞാനാ നോക്കുന്നത്. സർ പ്ലീസ് അകത്തേക്ക് വരൂ. ആരാ ഈ എലീന? ഇവിടുത്തെ മാഡം. റോയി ഇവിടെ വരാറില്ലേ? ഇല്ല, അവര് അമ്മയും മകനും തമ്മിൽ ഒരു ചെറിയ പിണക്കത്തിലാണ്. അവരോട് ഇല്ലേ? ഉണ്ട്, കിടക്കുക.
റോയുടെ മരണത്തിന് ശേഷം ഷീസ് വെരി ഡിപ്രസ് നൗ. വിരോധമില്ലെങ്കിൽ അവരൊന്ന് വിളിക്കാമോ? ഷോ ഓഫ് കോഴ്സ്, ഞാൻ വിളിക്കാം. അങ്ങനെയുണ്ട്, ഓക്കെ അല്ലേ? ഗൗരവം ഇനി കൂട്ടണോ? എന്തിന്? എന്റെ അടിവയറ്റിലെ ചർമ്മത്തിന് എന്ത് ചെയ്യണം? ശങ്കുണ്ണി സാറേ, ഡോക്ടറോട് ചോദിക്കാൻ വായിക്കായിരുന്നു. ഞാൻ DYSP ശങ്കരനുണ്ണി. ഞാൻ പറഞ്ഞില്ലേ, വക്കീലിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞാൻ മിസ്സസ് എലീനയുമായിട്ടൊന്ന് സംസാരിച്ചോട്ടെ? യാ ഷോ ഓഫ് കോഴ്സ്. ഞാൻ ഒന്ന് ഈ റോയി ഇവിടെ അല്ലായിരുന്നല്ലേ താമസിച്ചിരുന്നത്? അല്ല, അവൻ 8 വയസ്സുള്ളപ്പോഴാ അവന്റെ പപ്പ ഒരു ആക്സിഡന്റിൽ മരിക്കുന്നത്. അന്ന് ഞങ്ങൾ താമസിച്ചിരുന്നത് റോസ്വില്ലയിലാ. ഈ വീട് പണിതതിനു ശേഷവും അവൻ അവിടെ തന്നെയാ. പല പ്രാവശ്യം വിളിച്ചിട്ടും അവൻ വന്നില്ല. നിങ്ങൾ ഇങ്ങോട്ടെന്ന് മാറി? 6 വർഷമായി റോയി അധികം ഹോസ്റ്റലിലായിരുന്നു. എന്താണ് നിങ്ങൾ അമ്മയും മകനും തമ്മിലുള്ള ഒരു പിണക്കം? ആര് പറഞ്ഞു? ഞങ്ങൾ തമ്മിൽ യാതൊരു പിണക്കവുമില്ല. നിങ്ങൾക്ക് ഈ കൊലപാതകത്തിൽ പ്രത്യേകിച്ച് ആരെങ്കിലും സംശയമുണ്ടോ? എന്താ വക്കീലെ? റോയിയുടെ വാക്കിലും പ്രവൃത്തിയിലും ഒരുപാട് ശത്രുക്കളെ സമ്പാദിച്ചിരുന്നായിട്ട് എനിക്കറിയാം. പക്ഷേ കൊന്നത് ആ കുട്ടികളാണെന്ന് അറിഞ്ഞപ്പോ സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഈ റോയിയുടെ സ്വത്തുക്കൾ, ബാങ്ക് ബാലൻസ്, മറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം? എല്ലാ സ്വത്തുക്കളും അവന്റെ പപ്പയുടെ പേരിലായിരുന്നു. അദ്ദേഹം മരിച്ചതിന് ശേഷവും ഞാനൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു. എന്ന് വെച്ചാൽ മാത്യൂസിന്റെ സ്വത്തുക്കളല്ല ഇപ്പോഴും റോയിയുടെ പേരിലാണെന്ന് അർത്ഥം അല്ലേ? അല്ല വക്കീലെ, ഈ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ മാത്യൂസിന്റെ സ്വത്തുക്കൾക്ക് വേറെ അവകാശികൾ ആരെങ്കിലും? നോ, ഹീസ് ദ സോൾ ഹെയർ. ബാങ്ക് അക്കൗണ്ട്സ് എല്ലാം ജോയിന്റ് അക്കൗണ്ട് ആണ്. അപ്പൊ രണ്ടുപേരും ചേർന്ന് ഒപ്പിടാതെ കാര്യങ്ങൾ നടക്കില്ല? ഇല്ല. ഈ റോയി എവിടെ വന്ന് ഒപ്പിടും? മീനാക്ഷി ടീച്ചറുടെ കൈവശമാ അവൻ ഒപ്പിട്ട് കൊടുത്തയക്കാറ്. മീനാക്ഷി ടീച്ചർ? അതാരാ? സർ, അത് റോയുടെ കോളേജ് ലെക്ചറാ. പിന്നെ എന്റെ ക്ലയന്റും കൂടെയാ. ക്ലയന്റോ? അതെ, അവരുടെ ഡിവോഴ്സ് കേസ് ഞാനാ നോക്കുന്നത്. ഓ അങ്ങനെ. പ്രതികൾ ആ കുട്ടികൾ തന്നെയല്ലേ സാർ? വേറെ ആരെങ്കിലും? ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അതിരിക്കട്ടെ, മിസ്റ്റർ പ്രകാശുമായിട്ട് എങ്ങനെയായിരുന്നു റോയി? ഹി വാസ് ജസ്റ്റ് ലൈക്ക് മൈ സൺ. എന്റെ മകനെ പോലെ ആയിരുന്നു. ദാ ഈ കൈകളിലാണ് അവൻ വളർന്നത്. ഐ എം ടോട്ടലി ഷോക്ക് സർ. ആർ യു മാരീഡ്? നോ. എന്താ വക്കീലിനുള്ള പ്രായമായില്ലേ? അതോ ചുറ്റിക്കളിൽ മാത്രമാണോ താല്പര്യം? സാറേ, മിസ്സസ് അലീനയ്ക്ക് കൂടുതലായിട്ട് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ യു ക്യാൻ കോൾ മീ അറ്റ് എനി ടൈം. ഓക്കെ? ഓടണ്ട വേലു. വേലു, ആ ജീപ്പിനകത്ത് നിറയെ സാധനമുണ്ട്, ഒന്നും കളയാതെ സൂക്ഷിച്ചിറക്കി വെക്കും. എന്താ ഇത്ര ലേറ്റ് ആയേ? ഓ, ഒന്നും പറയണ്ട മോളെ. വേലു, ആ വാഴക്കണ്ണ അവിടുത്തെ ഇറക്കി വെച്ചോളൂ. ആ ബാഗ് ഇങ്ങോട്ട് എടുത്തോളൂ. എന്തായി മാമ? ഓ, ഇവരൊന്നും ഉറങ്ങിയിട്ടില്ലേ? ഞാൻ അപ്പളേ പറഞ്ഞല്ലോ ലക്ഷ്മി, ഈ കൊലക്കേസ് അന്വേഷണം ഒന്നും എനിക്ക് പറഞ്ഞുള്ള പണിയല്ല. ഞാൻ മെഡിക്കൽ ലീവ് എടുക്കാൻ പോവാ. അല്ല, 3 ദിവസമായിട്ട് മാമനെ കാണാതായപ്പോ ഞാൻ വിചാരിച്ചു കൊന്നയാളെ മാമൻ കണ്ടുപിടിക്കുമായിരിക്കും. അങ്ങോട്ട് ചെന്നാ മതി. ഇവരെല്ലാം കൂടി കാണിച്ചു വെച്ചിരിക്കുന്ന നിസ്സാര പ്രശ്നമാണെന്നാ നീ വിചാരിച്ചു? എന്തു പറ്റി? തന്നെ അല്ല, എന്നോട് ഇവൻ പറഞ്ഞിരിക്കുന്നൊക്കെ പച്ച കള്ള അല്ലേ അരുൺ? അതെന്താ? നീ റിയാലിറ്റി ഷോയ്ക്ക് പോകാൻ വൈകിയത് അമ്മയുമായിട്ട് വഴക്കുണ്ടാക്കിയത് കൊണ്ടാണെന്നല്ലേ എന്റെ അടുത്ത് പറഞ്ഞത്? അതെ. അത് തന്നെയാണോ കാര്യം? ഇവന്റെ വീട്ടിൽ പോയി അമ്മയോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അരുണെ, നീ എന്താ വിചാരിച്ച ഞാനതൊന്നും അന്വേഷിക്കില്ലെന്ന്? ശരിക്കും നീ വൈകാനുള്ള കാരണം എന്താ? എടാ, നീ എന്തെങ്കിലും ഒരു മറുപടി പറയടാ, അല്ലെങ്കിൽ അങ്കിളിന്റെ മുമ്പിൽ ഞങ്ങളും കള്ളന്മാരാവില്ലേ? അത് ഞാൻ ഉറങ്ങിപ്പോയി. എവിടെ കിടന്നു? എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടില്. ഏത് ഫ്രണ്ട്? അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. നിനക്കറിയില്ല? ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇതിന്റെ പേര് നിങ്ങൾ ഇനി വഴക്കിടണ്ട. ഇനി അരുണിന് പലതും പറയാൻ കാണും, അല്ലെങ്കിൽ പിന്നെ ഞാൻ പറയിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഈ കേസ് ഇവിടെ നിർത്താം. അങ്കിൾ, ഏയ്, ഇനി ഈ കേസ് വേറെ ആരെങ്കിലും അന്വേഷിച്ചോളൂ. ഇവൻ കാരണം ബാക്കിയുള്ളവർ കൂടി കുടുങ്ങാന്ന് വെച്ചാ അങ്കിൾ പ്ലീസ് അങ്ങനെ പറയരുത്. എന്താ ഇവരുടെ കാര്യം?
എന്റെ ചേച്ചി ആകെ കുഴഞ്ഞ മറിഞ്ഞ കേസാ. ഈ നമ്പീസിനടക്കം ആ റോയിനെ കൊല്ലൂന്നും പറഞ്ഞ് കോളേജിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഞാനില്ല. ശങ്കു, ഇവരെ ഇവിടെ കൊണ്ട് താമസിപ്പിക്കാൻ സമ്മതിച്ച നമ്മുടെ ഭവാനി അമ്മയും മറ്റു രക്ഷിതാക്കളും ഇവരെ ആ കേസിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷയില്ല. പ്രതീക്ഷ ചേച്ചി, ഈ അഞ്ജനയുടെയും ജീവൻ കൃഷ്ണയുടെയും നമ്പീശന്റെയും കാര്യത്തിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇവരെ കോടതിയിൽ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കി റിപ്പോർട്ട് കൊടുക്കാം. പക്ഷെ ഇവന്റെ കാര്യത്തിൽ പ്രതീക്ഷയ്ക്ക് വകയില്ല. എല്ലാ തെളിവുകളും നിനക്കെതിരാ. ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കും ഞാൻ എന്താ ചെയ്യേണ്ടത്. ഒന്നുകിൽ ഞാൻ ഈ കേസിൽ നിന്ന് പിന്മാറും, അല്ലെങ്കിൽ അരുണിനൊഴികെ ബാക്കിയുള്ളവരെ മോചിപ്പിക്കാൻ ഞാൻ കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കാം. പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? മതി മതി, ബാക്കി കാലത്ത് സംസാരിക്കാം. നീ വന്ന് എന്തെങ്കിലും കഴിക്കേ. വാ പോയി സാപ്പിട് മാമ. മനുഷ്യൻ കേസ് നമ്പീശ, നിങ്ങൾ ചെന്ന് കിടക്കാൻ നോക്ക്. ചേട്ടൻ നല്ല ടെൻഷനിലാ. അതെ, പോയി കിടക്കാൻ നോക്ക്. ഇവിടെ ദൈവങ്ങളെ കാത്തോളേ. ജയിലിൽ പോയത് കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. നല്ല മലേഷ്യൻ ഇനാ. അല്ല, മലേഷ്യൻ ആയതുകൊണ്ട് പ്രശ്നമാകുമോ മാനെ? എന്ത് പ്രശ്നം? അല്ല, തൈ വളർന്ന് വലുതാകുമ്പോ മലേഷ്യ അല്ല ഇന്ത്യയാണെന്ന് മനസ്സിലാക്കുമ്പോ ഇനി കായ്ക്കാതിരിക്കോ മാനെ? ഏയ്, അങ്ങനെ ഒരു പ്രശ്നമാവൂല. അതെ, നമുക്കൊരു ടർപ്പായി വലിച്ച് മോളിൽ കെട്ടാം. തെങ്ങിൻ തൈക്ക് ഇന്ത്യയാണെന്ന് മനസ്സിലാവണ്ട. അത് ബുദ്ധിയാ, അതിബുദ്ധി. ഒരു 18 വർഷം. എന്താ മോളെ? അതെ, എന്തു പറ്റി? ഇവരുടെ കൂടെയുള്ള അരുൺ ഗോപിയെ കാണാനില്ല. അവൻ വല്ല പറമ്പിലെങ്ങാനും കാണുമെന്നേ. ഞങ്ങൾ നോക്കി, അവന്റെ ബാഗും അവിടെ ഇല്ല. ഉറപ്പാ, അവൻ മുങ്ങിയതാ. രക്ഷപ്പെട്ടു ലക്ഷ്മി, നമ്മള് രക്ഷപ്പെട്ടു. ആര് മാമ? അരുൺ ഗോപിയോ? അല്ല, ഞാൻ. എനിക്ക് സസ്പെൻഷൻ ഉറപ്പായി. ഇനി വീട്ടിലിരിക്കാലോ. അതെങ്ങനെ? മോളെ, അവരെ കസ്റ്റഡിയിൽ വാങ്ങി ഇവിടെ കൊണ്ട് താമസിപ്പിച്ച ഞാനല്ലേ. അപ്പൊ അക്കൂട്ടത്തിൽ ഒരുവൻ ചാടി രക്ഷപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് നോക്കിയിരിക്കോ? എനിക്ക് സസ്പെൻഷൻ ഉറപ്പാ. മാമ, അവൻ എന്തേലും ആപത്ത് സംഭവിച്ചാ അതിന്റെ റെസ്പോൺസിബിലിറ്റി മാമനല്ലേ? ആണോ? അതുകൊണ്ട് മാമൻ ഒന്ന് പോയി അവനെ അന്വേഷിക്കേ. ഓ, അതൊക്കെ എന്തായാലും സസ്പെൻഷൻ ഉറപ്പാ. അവന്റെ ഒരു ക്രൈം ബ്രാഞ്ച്, ഒരു അന്വേഷണം. എനിക്കാണെങ്കിൽ തെങ്ങും തൈ നടാം. കൊച്ചുറാണി പോൽ ചമഞ്ഞ് കോമളമാം കേരളത്തിൽ മെച്ചമുള്ള പര്യടനം നടത്തി ഞാൻ. അവിടെ കൊച്ചി എന്ന പട്ടണത്തിൽ ചെന്നു ഞാൻ. കൊച്ചു തനിക്കെന്തോ അത്ര വലിയ ഗൗരവം? പിന്നെ സന്തോഷിക്കാനുള്ള കാര്യങ്ങളാണല്ലോ സാറ് ചെയ്തു വെച്ചേക്കുന്നത്. എന്തു പറ്റി? സാറിന് സസ്പെൻഷൻ അവാർഡാ. അതിനുവേണ്ടിയാണല്ലോ സാറിന്റെ ഭാര്യ പ്രാർത്ഥിക്കുന്നത്. ജീവിക്കാൻ കൃഷി, മറ്റു മാർഗങ്ങൾ. എന്റെ സ്ഥിതി നേരെ മറിച്ചാണ് സാറേ. കിട്ടുന്ന ശമ്പളം പോരെന്ന് ഭാര്യ, എന്ത് തിന്നാലും വിശപ്പ് മാറാത്ത പിള്ളേര്. ജോലി പോയാ പിന്നെ ആത്മഹത്യ തന്നെ മാർഗമുള്ളൂ. ഓ, ആ പയ്യൻ ഓടിപ്പോയതായിരിക്കും കാരണം അല്ലേ? തന്റെ ജോലിക്കൊന്നും സംഭവിക്കാവുന്ന പോരെ. വണ്ടി നിർത്തണെന്തിനാ? സാർ എന്നെ ഈ കേസ് ഒന്ന് ഒഴിവാക്കിത്താ, അല്ലെങ്കിൽ ഞാൻ വല്ല കടുങ്കയും കാണിക്കും. എന്ത് കടുങ്കൈ? ഞാൻ വല്ല എലിവർഷവും നിന്ന് ചാവും. അല്ലാതെ പിന്നെ എന്ത് കടുങ്കയ്യെന്നു? സാറിന് കഷ്ടകാല. പ്രതികളെ പിടിക്കുക പോയിട്ട് കിട്ടിയവനെ കൊണ്ടു കിടക്കാൻ പോലും പറ്റണില്ല. ഇപ്പൊ തന്നെ ഒന്ന് ചോർന്നേ. ഇനി ബാക്കിയുള്ളത് മര്യാദക്ക് കൃഷിയും കാര്യങ്ങളുമായിട്ട് നടന്ന ഞാനാ. ഈ കേസ് അന്വേഷിച്ച് കണ്ടുപിടിക്കണം വരെ സമ്മതിക്കണം. താൻ പറഞ്ഞ ശരിയാടോ, എനിക്ക് കഷ്ടകാല. താൻ എന്തായാലും വണ്ടി എടുക്കും. ഈ പോകുന്ന വഴിക്ക് ഒരു ക്ഷേത്രമുണ്ട്. വിളിച്ചാ വിളിയേക്കുന്ന ദേവിയാ. സാറ് മുട്ടിപ്പായി ഒന്ന് പ്രാർത്ഥിക്കും, എല്ലാം ശരിയാവും. അത് വേണ്ട, അതുകൊണ്ടാ. ഈ പോലീസ് ഓഫീസർമാർക്ക് ദൈവഭക്തി ഒന്നും പാടില്ല. അത് പോലീസ് ഓഫീസർമാർക്ക്, സാറിനാവാം. വലിയ അമ്പലമാണല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ ദേവീക്ഷേത്രം. ഇറങ്ങി വാ. വേണോടോ? ഇങ്ങോട്ട് ഇറങ്ങി വാ സാറേ. ആരെങ്കിലും കണ്ടാലതൊരു വാ. ദൈവമേന്നും പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചിട്ട് വാ. ഇറങ്ങി വാ. നല്ല സാറല്ലേ, വാ. ശരി, ഇനി താൻ പറഞ്ഞിട്ട് കേട്ടില്ലെന്ന് വേണ്ട. ഒന്നുമില്ലെങ്കിലും കൈ കിട്ടിയ പ്രതികൾ രക്ഷപ്പെടല്ലേ എന്നെങ്കിലും പ്രാർത്ഥിക്കും സാർ. ഭഗവതി കാത്തോളണേ. ദൈവമേ. സാറേ, ശങ്കുണ്ണി സാറേ, സാറേ. നല്ല കാര്യത്തിന് പോകുമ്പോ പുറകേന്ന് വിളിക്കലോ? നോക്കിയേ, നല്ല ശകുനം. വൃത്തികേട് പറയലടോ, അത് അമ്പലമല്ലേ. ഇതാണ് സാറിന്റെ ഒരു കുഴപ്പം. എല്ലാം ഒരു ഭാഗം മാത്രമേ കാണൂ, ഒന്ന് മുഴുവനായിട്ട് കാണൂല. ആ പോകുന്നതാ നമ്മൾ അന്വേഷിക്കുന്ന മീനാക്ഷി ടീച്ചർ. കൊള്ളാലോ, നല്ല ശക്തിയുള്ള അമ്പലം. എല്ലാം നല്ല ലക്ഷണങ്ങളാണല്ലോ. ദൈവമേ കാത്തോളേ. ദേവി മൂകാംബികേ. ഓരോരുത്തർ അമ്പലത്തിൽ ഷൂട്ടുണ്ട്. ഊരി
എന്തേ? ഒരു പ്രത്യേക വഴിപാട് കഴിപ്പിക്കാനാ. നടയിലേക്ക് ചെന്നോളൂ, തിരുമേനി അവിടെ ഉണ്ടല്ലോ. ദാ റെസീറ്റ്. ഇന്ന് തന്നെ ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? അത് തിരുമേനിയോട് ചോദിച്ചാലല്ലേ അറിയൂ. ശരി. ഹലോ, പക്ഷേ ഇത് പാർക്കൊന്നുമല്ല സ്ത്രീകളെ നോക്കി വെള്ളം ഇറക്കാൻ, ഇത് അമ്പലമാ. അറിയാം, ഞാൻ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയാ. കാലിലെ കാക്കി അതൊക്കെ പോലീസ് സ്റ്റേഷൻ മതി സാറേ. ഇവിടുത്തെ അമ്പല കമ്മിറ്റി ഇച്ചിരി മുറ്റ. ഓ ഇയാളെ ഇവിടെ പരിചയമില്ലല്ലോ. ഈ വഴിപാടൊന്ന് കഴിച്ചു തരണം. ഇതിപ്പോ ഇന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ ടീച്ചറെ. ഇയാൾ ആളിച്ചിരി പശക, കുറച്ചു നേരം ഇവിടെ കിടന്ന് കറങ്ങുന്നു. അമ്മേ ഭഗവതി. അപ്പോ ബുധൻ, വ്യാഴം, വെള്ളി. അപ്പൊ വെള്ളിയാഴ്ചല്ലേ ആവുന്നുള്ളൂ. അപ്പൊ പിന്നെ വെള്ളിയാഴ്ച കഴിക്കാൻ എന്താ? എന്നാ അങ്ങനെ ആയിക്കോട്ടെ തിരുമേനി. അപ്പോ വെള്ളിയാഴ്ച സന്ധ്യക്ക് വന്ന് പ്രസാദം വാങ്ങിച്ചോളൂ. ശരി ടീച്ചറെ. ഇവൻ നമ്മുടെ കൈക്ക് പണി കൊണ്ടാക്കുന്ന തോന്നുന്നു. അതെ അതെ. അതെ, ഈ അമ്പലം നമ്മൾ പോലീസുകാർക്ക് പറ്റിയതല്ല. വല്ല അബദ്ധവും കാണിച്ചോ? അതെ, ഇവിടുത്തെ കമ്മിറ്റിക്കാർ സ്ട്രോങ് ആയതുകൊണ്ട് അന്വേഷണം വഴിമുട്ടി നിൽക്കുക. ആ ടീച്ചർ പൂജാരിക്ക് കൊടുത്ത സ്ലിപ്പ് നമ്മുടെ കയ്യിൽ കിട്ടിയാലേ ഇനി കാര്യങ്ങൾ പിടുത്തം കിട്ടും. പൂജാരിക്ക് കൊടുത്ത സ്ലിപ്പോ? അതെന്താ? റോയി മാത്യു, മകയിരം നക്ഷത്രം, തിലഹോമം. ദുർമരണം നടന്ന ആളുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാനുള്ള പൂജ. ഇതുവരെ പറഞ്ഞതെല്ലാം കളവാണ്. മാറ്റി പറയണമെന്ന് തോന്നുന്നുണ്ടോ ടീച്ചർക്ക്? വേണമെങ്കിൽ ഞാനൊന്ന് തുടങ്ങിത്തരാം. ഒരു സ്റ്റുഡന്റും ടീച്ചറും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല ഞങ്ങൾ തമ്മിൽ. പോരെ, ബാക്കി പറഞ്ഞോ. എല്ലാത്തിനും കാരണം എന്റെ ഒരു നശിച്ച കേസാ. ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ എനിക്കിതൊക്കെ ചെയ്യേണ്ടി വന്നത്. അതറിയാം, ആ ഡിവോഴ്സ് കേസല്ലേ, ആ കഥ പറയണ്ട. എനിക്കറിയേണ്ടത് ടീച്ചറും റോയിയും തമ്മിലുള്ള ബന്ധം. അത് എവിടെന്ന് എപ്പോൾ തുടങ്ങി, ആ ബന്ധം എവിടം വരെ എത്തി, പിന്നെ ടീച്ചർക്ക് ഈ കൊലപാതകത്തിലുള്ള പങ്ക് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ്, പിന്നെ നമ്മുടെ സ്റ്റാമ്പ് വെണ്ടർ സതീശൻ പറഞ്ഞ കാര്യം, പ്രത്യേകിച്ചും നമ്മുടെ ആ പഴയ മുദ്രപത്രത്തെ കുറിച്ച്. അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവാണ് എന്നോട് റോയിയെ കൊണ്ട് മുദ്രപത്രം സൈൻ ചെയ്ത് വാങ്ങണമെന്ന് ആവശ്യപ്പെട്ടത്. എന്തിനാ ഈ മുദ്രപത്രവും ഒപ്പുശേഖരണവും? അമ്മയുമായി ഇടഞ്ഞ റോയി തന്റെ സ്വത്തുക്കളെല്ലാം ഏതോ അനാഥാലയങ്ങൾക്ക് എഴുതി വെച്ചിരുന്നു. അത് തിരിച്ചെഴുതിക്കാനാ. എന്നിട്ടത് നടന്നില്ലേ? ഇല്ല, ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോഴേ റോയി അത് എതിർത്തു. എന്നുവെച്ചാ ടീച്ചർ പറയട്ടെ എന്റെ ഓഫീസറെ. റോയി അതിബുദ്ധിമാനായിരുന്നു. സ്വന്തം അമ്മയെ അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവും വിചാരിക്കുന്ന എന്താണെന്ന് അയാൾ മുൻകൂട്ടി കണ്ടിരിക്കും. അപ്പൊ നേരാവണ്ണം ഒപ്പിടിക്കൽ നടക്കാത്തതുകൊണ്ടാണ് ടീച്ചർ വളഞ്ഞ വഴി സ്വീകരിച്ചത്. ഐ മീൻ സെക്ഷൽ റിലേഷൻഷിപ്പ് അല്ലേ? അല്ല, അത് റോയി. പറഞ്ഞോ? ഞാൻ പറഞ്ഞില്ലേ, എന്നെ കൊണ്ട് ആ വക്കീല എല്ലാം ചെയ്യിപ്പിച്ചത്. ടീച്ചർക്ക് എന്തെങ്കിലും സാമ്പത്തിക ലാഭം? ഒന്നുമില്ല, നിങ്ങൾക്ക് അന്വേഷിക്കാം. റോയിയുടെ കടമ്പിടുത്തങ്ങൾക്ക് ഞാൻ നിന്നു കൊടുക്കേണ്ടി വന്നു എന്നതൊഴിച്ചാ മറ്റൊന്നുമില്ല. നഷ്ടം തന്നെ. റോയി കൊല്ലപ്പെടുന്ന ടീച്ചർക്ക് അറിയാമായിരുന്നോ? ഇല്ല, പക്ഷേ റോയിക്ക് അങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു. അപ്പോ വക്കീലിന്റെ കാര്യം കട്ടപ്പോക. ഹലോ അങ്കിൾ, ഞാനാ നമ്പീശൻ. എന്താ നമ്പീശ? ഒരു സർപ്രൈസ് ഉണ്ട്, ഞാൻ ഒരാൾക്ക് കൊടുക്കാം. അങ്കിളാ. ഹലോ ഹലോ അങ്കിൾ, ഞാൻ അരുണ. നല്ല ആളാ. ഇത് എവിടെയാണോ താ മുങ്ങിയ? വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ. ഞങ്ങളിപ്പോ വണ്ടിത്താവളത്തുണ്ട്. വണ്ടിത്താവളത്തിലാ? മുത്തുവിന്റെ തട്ടുകടയുടെ അടുത്ത്. ഇവിടെ വെച്ചാ ഞങ്ങൾ ആദ്യമായിട്ട് ഡെഡ് ബോഡി കണ്ടത്. ഓ, ചിലപ്പോ ഇയാളായിരിക്കും ആ ഡെഡ് ബോഡി സ്കോർപ്പിയോ എടുത്ത് വെച്ചത്. അങ്കിളെ, ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ഇവനെ പൊക്കാം. പൊക്കാനാ? എങ്ങനെ? അങ്കിളെ, പണ്ട് ഈ പ്രേംനസീർ സിനിമയിലൊക്കെ ഉള്ളതുപോലെ ഒരു CID പാട്ട്, തത്തക്കൂട്, മറുക്, കൈനോട്ടക്കാരൻ, മരഞ്ചുറ്റി പ്രേമം. ഓക്കെ, പിന്നെ നമുക്ക് വേണമെങ്കിൽ അഞ്ജനയും കൂട്ടാം. അത് ഗുഡായി. ஐயோ மதி என்ன சார், சின்ன பசங்களுக்கு எது சொன்னாலும் புரியல சார். கரைச்சல். நான் மோசமான ஆள் கிடையாது சார். என் முகத்தை பார்த்தா அப்படி தெரியும் சார். ஆனா என் மனசு ரொம்ப சுத்தம் சார். அந்த டெட் பாடி கிட் பாடி அதை பத்தி எதுவும் தெரியாது சார். என்னை விட்டுருங்க சார். சார், 3 பொண்டாட்டி 5 குழந்தைங்க சார். என்னை விட்டுருங்க சார். அது மட்டும் இல்லாம ஹார்ட்ல ஹோல்ஸ் இருக்கு சார். லிவர் கிட்னி எல்லாம் போச்சு சார்.
என்னை விட்டுருங்க சார். இன்னும் கொஞ்ச நாள்ல நான் மேல போறேன் சார். വേണ്ടായിരുന്നു. കരയണ്ട. ദാ, നമ്പീശ അയാൾക്ക് ഭക്ഷണവും വണ്ടിക്കാശൊക്കെ കൊടുത്ത് പറഞ്ഞു വിടും. வண்டிக்காரோட ஒரு பிரியாணியும் கோட்டரையும் அரைச்சிருங்க சார். അപ്പൊ ആ പരിപാടിയും ചീറ്റി. நீங்க நல்லா இருப்பீங்க சார். പിന്നിനി ആരായിരിക്കും? ആരെങ്കിലും ആവട്ടെ.